പണ്ടൊക്കെ വിഷുവാന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നേരത്തെ എണീക്കാനൊക്കെ. പക്ഷെ ഇപ്പം ചെറിയൊരു പേടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് കൈനീട്ടം ഇങ്ങോട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങോട്ട് കൈനീട്ടം കൊടുക്കണം പ്രായമായതുകൊണ്ട്. അപ്പോൾ രാവിലെ കണിയൊക്കെ കണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുപ്പത്തിരുന്ന് നല്ല ചൂട് വട്ടയപ്പം റെഡിയാവുന്നുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിലെ കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കണിയായിരുന്നു. അത് കാണാൻ അത്ര ഭംഗിയായിരുന്നു. പിന്നെ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് വീട്ടിലെത്തി. ഒരു പീസ് വട്ടയപ്പം മുറിച്ചിട്ടാണ് ഞാൻ ബാക്കി പരിപാടി തുടങ്ങിയത്. ഇതിവിടെ ഇടുക്കി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ. വേനൽക്കാലമാണെന്ന് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയില്ല. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ നല്ല രീതിയിലുള്ള ചൂട് വരുള്ളൂ. അടുക്കളയിൽ സദ്യക്കുള്ള പരിപാടികളെല്ലാം തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ട്രേഡ് മാർക്കായിട്ട് ഞാൻ എല്ലാ വർഷവും വിഷു, ഓണം ഈ പരിപാടിക്കെല്ലാം ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു മധുരക്കറിയും അതുപോലെ തന്നെ ഒരു പുളിയിഞ്ചി എന്ന് പറയും. ആ പുളിയിഞ്ചിയാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുപാട് 101 കൂട്ടമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അത്യാവശ്യം എല്ലാവരും കഴിക്കുന്ന രീതിയിലുള്ള കുറച്ച് കറിക്കൂട്ടങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഒരുപാട് അനാവശ്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കഴിക്കാതെ ആളുകൾ മിച്ചം വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ വൈഫിന് കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഞാൻ വീഡിയോ എടുക്കുവാണല്ലോ, അതുകൊണ്ട് എനിക്ക് കമാൻഡ് കൊടുത്താൽ മതിയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മായി വന്നിട്ട് എനിക്കൊരു പണി തന്നു, കാളൻ ഇളക്കുക. എനിക്ക് സദ്യക്കകത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കാളൻ. പുറത്ത് പായസത്തിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് ഈ പായസത്തിൻ്റെ പരിപാടി സാധാരണ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത്. പായസം കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും അടുത്ത എല്ലാ വീട്ടുകാർക്കും കൊടുക്കും. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും പെസക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും നമുക്ക് കൊണ്ടുതരും. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കറികൾ ഏകദേശം ഫൈനൽ ടച്ച് എത്തി. തൈര് ഒഴിച്ചിട്ട് കറി വാങ്ങി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കടുകും ഉള്ളിയും വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടു. ഇതിപ്പോൾ സദ്യ ആയതുകൊണ്ട് കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഓടി നടന്ന് വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് എത്തുന്നിടത്തെല്ലാം ഞാൻ എത്തുകയും ചെയ്തു, മാക്സിമം വീഡിയോ എടുത്തു. പിന്നെ ഈ എടുക്കാൻ ചെല്ലുന്നിടത്തെല്ലാം എന്നെ ഇളക്കാനും കൂടെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പായസം ഇളക്കുന്നിടത്ത് മാത്രം ഞാൻ ആ കസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ നിന്നുകൊണ്ടങ്ങ് നല്ല രീതിയിൽ ഇളക്കുന്നുണ്ടായിരുന്നു. അടുപ്പിലുള്ള പുകയെല്ലാം വരുന്നുണ്ട്. പാവം അവിടെ നിന്ന് കഷ്ടപ്പെട്ടു. ഉച്ചയായപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ചൂടൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. എനിക്ക് ശർക്കര ഇളക്കുന്ന ടാസ്ക് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് 2 പേർ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ മസിൽ പിടിച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന് വീട്ടുകാരെല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഓരോ കറികളും പായസമൊക്കെ വെച്ച് ഇങ്ങനെ സദ്യ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അത് നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയി കഴിച്ചാലോ അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് വർക്ക് വെച്ച് കിട്ടിക്കഴിഞ്ഞാലോ ആ രുചി ഉണ്ടാവില്ല. കുറച്ച് പഴയ കാലത്തുണ്ടായിരുന്ന കല്യാണങ്ങളും ഇതുപോലെയൊക്കെ ആയിരുന്നു. അന്ന് കാറ്ററിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് തലേ ദിവസം ഇതുപോലെ നാട്ടുകാരും സ്വന്തക്കാരും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞ് മെയിനായിട്ടൊരു ഷെഫിനെയൊക്കെ നിർത്തി അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാക്കുന്ന ഒരു സമയമൊന്നും ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ കാറ്ററിംഗ് ഒക്കെ എളുപ്പം. അങ്ങനെ അവസാനം പായസത്തിൻ്റെ പരിപാടി മാത്രമേ വെച്ചുള്ളൂ. കറക്റ്റ് സമയത്തൊരു നല്ല മഴയും പെയ്തു. അപ്പോൾ ആ മഴ തൂളി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഒരു പടുത വലിച്ച് മുകളിലോട്ട് കെട്ടിക്കൊണ്ട് പായസം കഞ്ഞിയായിട്ട് കുടിക്കേണ്ട വന്നില്ല. പായസത്തിൽ മിച്ചം വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ചേർക്കേണ്ട ഐറ്റംസ് എല്ലാം തന്നെ ചേർത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്ക പൊടിച്ചത്, ജീരകം പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, അതുപോലെ നേന്ത്രപ്പഴം വഴട്ടിയത്, തേങ്ങാക്കൊത്ത് വറുത്തത്, കശുവണ്ടി വറുത്തത്. പിന്നെ അയലോക്കത്ത് എത്ര പേരുണ്ട് ആ ഓരോ വീട്ടുകാരുടെ ആളെണ്ണം അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട പായസമൊക്കെ ഓരോ പാത്രത്തിലോട്ട് മാറ്റി. ഈ പായസം ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ വക്കിലായിട്ട് ഇങ്ങനെ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനം വരും. ഏറ്റവും അവസാനം അതിങ്ങനെ സ്പൂൺ കൊണ്ട് വടിച്ച് തന്നെ നല്ല രുചിയാണ്. അത് ചെറുപ്പം തൊട്ടേ ഉള്ള ശീലം. ഇത് പായസമെല്ലാം എടുത്തു കഴിയുമ്പം വക്കത്ത് പോയിരുന്നിട്ട് ഇതിങ്ങനെ വടിച്ച്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ വാഴയില വേണമല്ലോ, അതുകൊണ്ട് 2 വാഴയിലേ വെട്ടാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും നല്ല പേപ്പർ വാഴയിലയിൽ കഴിച്ചു. ആ സമയത്ത് അവരെ നോക്കിയിരുന്ന് ഞങ്ങൾ 2 പേര് അവിടെ ഒറിജിനൽ വാഴയിലയിലും കഴിച്ചു. അതായാലും ഈ ഒറിജിനൽ വാഴയിലയിലോട്ട് ആ ചൂട് ചോറങ്ങ് വീഴുമ്പോൾ തന്നെ ഒരു ഫ്ലേവർ വരും ആ വാഴയിലയുടെ കൂടെ. എന്നിട്ട് അവസാനം ചൂട് പായസമൊക്കെ ഇട്ട് അതിനകത്തേക്ക് നല്ല ഞാലിപ്പൂവമ്പഴം ഞെരടി പപ്പടമൊക്കെ പൊടിച്ച് അത് കുഴച്ചിങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ആ പേപ്പർ വാഴയിലേക്ക് കിട്ടത്തില്ല. വയറ് നിറയെ ഈ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഒരു കട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ കയറി കിടക്കും ഒറ്റ ഉറക്കം.